ഒരു കട്ടച്ചായ അടിച്ചിട്ട് നമുക്ക് പോവല്ലേ. മരുമ്പ് പങ്കെടുക്കാനെങ്ങനെ ഇട്ട സമയം ആ സൂര്യന്റെ വെളിച്ചത്തിൽ എന്താ ബിൽഡിംഗ് ഒക്കെ കാണാൻ ചെയ്യും. ഞാൻ സൂപ്പർമാനാണ് നിന്റെ വിചാരം. കണ്ടിയില്ലേ കറങ്ങി തിരിഞ്ഞ് നടക്കണം. ഇന്നിപ്പോ ഈ മഴക്കട്ട പോണേ. ഞങ്ങളെ കൂടെ ഉള്ളത് എൻ്റെ പെറ്റിന്റെ ഫ്രണ്ടും വൈഫും കേട്ടോ. ഒരു ഞങ്ങളെ പോലെ തന്നെ അടിച്ചു പൊളിച്ച് നടക്കട്ടോ. ഓരോരുത്തർ ചെല്ലുമ്പോൾ ഓരോ കൗതുകം അവിടെ കാണാം. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ പഴയ മോഡൽ വണ്ടികളൊട്ടി കാണുന്നത്. അവിടെ ഇതുപോലെ പല വണ്ടികളും പാർക്ക് ചെയ്തിട്ടാ. അപ്പോഴാണ് എൻ്റെ സൂസിന്റെ ലേസ് ചെയ്യുന്നത്. ഞാൻ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് കെട്ടാണ്. ഇതെന്ത് കുന്താ, നേരം വൈകിയ നേരത്തെ ഇത് ശരിയാവുന്നില്ല. ഞാൻ ഈ കാറൊക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ചപ്പോ ഈ പെണ്ണിനെ കണ്ട ഒറിജിനൽ പോലെ ഉണ്ട് കേട്ടോ. ഇപ്പച്ചേട്ടാ ഞങ്ങളെ വഴി കാട്ടി. ഇപ്പച്ചി മുമ്പിൽ ഇങ്ങനെ നിങ്ങൾ പിന്നാലെ ഇങ്ങനെ ഓളത്തിൽ ഇങ്ങനെ നടക്കും. ഇതിങ്ങളെ പെണ്ണുങ്ങളൊന്നും കാണാൻ ഇപ്പൊ വാങ്ങിച്ചെടുക്കണ്ടേ, ഇത്രക്ക് മൊഞ്ചുണ്ട് കാണാൻ. ഇവിടെ ഒരു ഈജിപ്തിന്റെ തീമാട്ടം ഇവിടെ കൊടുക്കുന്നത്. ഇവിടുത്തെ ഫില്ലറത്തെ പഴയ കാലത്ത് ഇങ്ങനെ കുത്തിവെച്ചിട്ടുണ്ട്. മമ്മിയാണെന്ന് തോന്നുന്നു നീച്ചിക്കണേ. അതവിടെ ഓരോ ഫില്ലറിനെയും കാണാൻ കേട്ടോ. ഞാൻ തൊട്ടതാട്ടപ്പോ മമ്മി. ഇതാണ് ഞാൻ പറഞ്ഞത്. അവിടെ എല്ലായിടത്തും ഇങ്ങനെ കാണാണ്ട്. പിന്നെ ബാക്കിൽ പല കഥകളും ഉണ്ടാവും. എനിക്കൊന്നും മനസ്സിലാവാത്തോണ്ട് ഞാൻ ഇങ്ങനെ കണ്ടുപോകുന്നു. മെച്ചി ഇങ്ങനെ പലതും പറഞ്ഞാൽ നീങ്ങും. പഴയ കാലത്തെ കാര്യങ്ങൾ ഈ എഴുതി വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ചെടികൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയിപ്പോ ഞാൻ മാലിന്റെ ഉള്ളിലായിട്ട് കളിച്ചത്. അതിന്റെ അപ്പുറത്ത് ആരാന്നറിയാം, വാഴയുണ്ട്. എല്ലാതും ഇപ്പൊ ഇവിടെ കാണാണ്ട്. ഞങ്ങളിങ്ങനെ നടക്കട്ടോ. ഒരുപാടുണ്ട് അവിടെ കാണാൻ. കൊറേ ഷോപ്പുകളുണ്ട് അവിടെ. അതിന്റെ ഇടയിൽ എന്റെ അനിയന് രണ്ടട്ടം കാണാതെ ഇട്ടു. മോനെ ഇവിടെ കണ്ട അവിടെ കാണുന്നു. അവസാനം ഇപ്പച്ചി കൈമ പിടിച്ച് തൂക്കിക്കൊണ്ടു. പിന്നെ എന്തോ രക്ഷിക്കൊട്ടാരം. ഇതിനുള്ളിൽ നമുക്ക് പൈസ കൊടുത്ത് കയറാം. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ആൾക്കാർ കയറിയിട്ടുണ്ട്. ഓരവിടെ പേടിച്ച് ഓടുന്നതൊക്കെ അവിടെ CCTV ദൃശ്യത്തിൽ ഓരോ പേടി കണ്ടപ്പോ തന്നെ ഒക്കെ മനസ്സിലായി അവിടെ എത്രത്തോളം ഓരോ ഒരുപാട് തലയോട്ടികളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ നടക്കുന്നതൊക്കെ CCTV കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇവര് മൂന്നാൾക്കാർ അതിന്റെ ഉള്ളിലേക്ക് പേടിച്ചിട്ട് കയറി. പുറത്ത് നിന്നിട്ട് ചാത്തനാണ് ഭൂതനാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന്. ഞങ്ങള് പിന്നെ നല്ല ധൈര്യശാലിയാണ്. ഞങ്ങൾ എല്ലായിടത്തും നിങ്ങൾക്ക് അറിയാലോ ഇതൊക്കെ ഫേക്കാണ്. ഞാൻ അടുത്തത് നിസ്കരിക്കാനുള്ള സ്ഥലം തന്നെട്ടാ പോണത്. ഇത് ഇവിടെ ഒരു കാറുണ്ട്. ഈ സാധനം കണ്ടിട്ടാണ് ഞാൻ അത്ഭുതപ്പെട്ടത്. ഒരു റോബോട്ട് ഡോഗ്. ഇത് ഞങ്ങളെ കണ്ടപ്പോ കൈയൊക്കെ വീശി കാണിച്ചു. ഞങ്ങളെ കണ്ട് പേടിച്ചിട്ട് പിന്നാക്കം വണ്ടി. കൈയൊക്കെ പൊക്കി ആളെന്തോ പറയുന്നുണ്ട്. ഞങ്ങൾ അതിന് കുറെ നേരം നോക്കി നിന്നു. എന്റെ അനിയൻ എന്റെ വായിലൊക്കെ വരലിട്ട് അടിക്കൂലെന്ന് ഉറപ്പല്ലേ. ഞാൻ നമ്മുടെ നാട്ടിലത്തെ പട്ടികളെക്കാട്ടി സൂപ്പറാണ്. നിങ്ങൾ ഈ മാളൊക്കെ ഒന്ന് കണ്ടേ. ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. ഇപ്പൊ AI-ന്റെ കാലഘട്ടല്ലേ. അപ്പൊ ഇതൊക്കെ കാണേണ്ടി വരും. നമ്മളെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെയൊക്കെ കാണാലോ. പണ്ടുള്ളവർ ഇതൊന്നും കാണാണ്ടല്ലേ ജീവിച്ചത്. അപ്പൊ നമ്മൾ 2K കിഡ്സൊക്കെ നല്ല ലക്കിയുള്ള ആളുകളാണ്. പണ്ട് കാലത്ത് പാരൻസിനൊപ്പം ഒന്നും നിൽക്കാൻ പറ്റൂല. പിന്നെയാണ് കറങ്ങാൻ പറ്റല്. ഇപ്പാരൊക്കെ ദുബായിക്ക് പോയാൽ ലീവിന് വരുമ്പോഴാണ് മക്കൾക്ക് കാണാൻ വയ്ക്കുക. അത് ചിലപ്പോ 4-5 വർഷം കഴിഞ്ഞിട്ടേ കയറും. ഇവിടെ ഒരു തിയേറ്റർ ഉണ്ട് കേട്ടോ. അതിൽ കാണുന്ന മൂവീസ് ആട്ടെ കാണുന്നത്. പിന്നെ ഞങ്ങളവിടെ കുറേ നടന്ന്. ഇതൊക്കെ കണ്ടപ്പോ ഒരു സ്വർഗത്തിലെത്തിയ ഫീൽ ചെയ്യുന്നു. ഇതൊക്കെ കണ്ടപ്പോ എൻ്റെ അനിയൻ്റെ ഇന്ത്യയും കിളി പോയി. നല്ല അടിപൊളി ഗെയിംസോട് ഒരുപാട് കുട്ടികളവിടെ കളിക്കുന്നുണ്ട്. പക്ഷെ ഓർക്കാർക്കും അവിടെ നിന്നൊന്നും കിട്ടണി കേട്ടോ. ഞാൻ കളിച്ചതൊക്കെ കുറേ ടിരികൾ കിട്ടി. ഇതിന്നാട്ടോ കിട്ടിയത്.
ഇങ്ങോട്ട് വരി. ഞാൻ എല്ലാത്തിലൊന്നും കയറി കളിച്ചൊക്കെ ഇരുന്നിട്ടാ. അവിടുന്ന് അങ്ങോട്ട് പോരാൻ തോന്നിയ പിന്നെ ഒരു പുറത്താക്കണതിന് മുമ്പ് അങ്ങോട്ട് പോകുന്നതാണ്. കണ്ണിയിലെ നടത്തത്തിനൊന്നും ഒരു ഉസാറില്ല. ഇടുമ്പിച്ച് ഫാസ്റ്റ് മോഷനിലൊക്കെ ഇട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിക്കാണ്. കിട്ടിയതൊക്കെ എന്നെയൊക്കെ ഉണ്ട് കേട്ടോ. ഏതെങ്കിലും ചാടി പെയ്ക്കണെങ്കിലോ? ഓ എന്താ പവറ്! ഇതെന്റെ ഫ്രണ്ടില് കണ്ട ഒരു ഇതാട്ടോ. എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യും. അവർക്കറിയാവുന്ന നോക്കാലോ. പിന്നൊന്നുമില്ല, ഓടിപ്പോയി വണ്ടി കയറി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.